കുട്ടികൾ കാട്ടാളന്മാരാവുകയാണോ? വെഞ്ഞാറമൂട് ആ ഒരു കൂട്ടക്കൊല അതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു വലിയ ട്രെയിനിങ് ആവശ്യമുള്ളൊരു ജോലിയാണ്. പണ്ടൊക്കെ നമ്മൾ കണ്ടുപഠിക്കുകയാണ് ഇത്. സ്വാതന്ത്ര്യം നൽകി ചിലപ്പോൾ അത് അമിതമായി പോകുന്നുണ്ട്. ഈ ഒരു തരത്തിൽ പല ധാരണക്കുറവും ഇവർക്കിടയിലുണ്ട്. കുട്ടി പറയുന്നത് കേൾക്കുക, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് വീട്ടിലും കേൾക്കണം, സ്കൂളിലും കേൾക്കണം. ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഇതുണ്ടെന്ന് പറയാം, പക്ഷെ മയക്കുമരുന്ന് മാത്രമാവണമെന്നില്ല. അതിനപ്പുറം എന്തുകൊണ്ട് ചർച്ചകൾ നീളുന്നില്ല? നമ്മുടെ സർക്കാരുകൾ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ഇപ്പോഴും ഒരു പോരായ്മ തന്നെയല്ലേ ഇത്? നമസ്കാരം. കേട്ടാലറയ്ക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ യുവജനത നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ചോരയെ പോലും ഇല്ലാതാക്കാൻ മടി കാട്ടാത്തവർ. കുട്ടികൾ കാട്ടാളന്മാരാവുകയാണോ? വെഞ്ഞാറമൂട് ആ ഒരു കൂട്ടക്കൊല അതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ഈ ഒരു വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ MS വേണുഗോപാലാണ്. സ്വാഗതം സാർ. താങ്കൾ 35 വർഷമായി യോഗ അഭ്യസിപ്പിക്കുകയാണ്, കുട്ടികളെയും യുവാക്കളെയും. അതുപോലെ തന്നെ 12 വർഷത്തോളമായി PTA പ്രസിഡന്റുമാണ്. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പോൾ വെഞ്ഞാറമൂട് നടന്ന സംഭവം ഉൾപ്പെടെ പരിഗണിക്കുകയാണെങ്കിൽ കുട്ടികളുടെ പോക്ക് ഇത് എങ്ങോട്ടാണ്? കുട്ടികളടക്കം, അതായത് യുവാക്കളടക്കം പോകുന്ന രീതി, അവരുടെ ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം പോവുകയാണ്. എന്താണ് താങ്കളുടെ നിരീക്ഷണം? അല്ല, അത് നമുക്കൊരിക്കലും കുട്ടികളെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികളെ സൃഷ്ടിക്കുന്നത് ആര് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ APJ അബ്ദുൽ കലാം വളരെ ഭംഗിയായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ, ഒരു വ്യക്തിയുടെയൊക്കെ അമൂല്യമായ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ ഉണ്ടാക്കുന്ന ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ശില്പി ഒരു ശില്പം രൂപപ്പെടുത്തിയെടുക്കുന്ന പോലെയാണ്. ഒരു ശില്പം രൂപപ്പെടുത്തിയാൽ ഒരു കൈ പറ്റില്ല, 2 കൈകൾ കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ 2 കൈകളെന്ന് അദ്ദേഹം പറയുന്നത്, ഒന്ന് മാതാപിതാക്കൾ ഒരു കൈ, മറ്റേത് അധ്യാപകർ. ഈ 2 കരങ്ങൾ കൊണ്ടാണ് നമ്മളൊരു ശില്പം രൂപപ്പെടുത്തുന്നത് പോലെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ മോൾഡിംഗ് അല്ല, അൺഫോൾഡിംഗ് ആണ്. ഒരു കുട്ടിയെ നമ്മളിങ്ങനെ നമ്മൾ തന്നെ ഞെക്കിപ്പിഴിഞ്ഞ് ഉണ്ടാക്കുന്നതല്ല, അവരെ വിടരാൻ അനുവദിക്കുക. ഒരു പുഷ്പം വിടരുന്നത് പോലെ ആവശ്യമുള്ള സമയത്ത് വെള്ളം, വളം, സംരക്ഷണം, ലാളന, സപ്പോർട്ട് എല്ലാം കൊടുത്തുകൊണ്ട് ആ ഒരു പൂ വിരിയുന്നത് പോലെ ഒരു കുഞ്ഞിനെ ഈ സമൂഹത്തിലേക്ക് വിരിയിച്ചെടുക്കുക എന്നുള്ള പ്രക്രിയയാണെന്നുള്ളതാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർക്കൊരു ആശങ്ക വരും. അതായത് 2 തരത്തിൽ നമുക്ക് നോക്കാം. കുട്ടികളെ അടിച്ചു വളർത്തണം, പഠിപ്പിച്ച് വളർത്തണം എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നിപ്പം മാറി ഇപ്പോഴത്തെ, എനിക്ക് തോന്നുന്നു, യുവാക്കളായിട്ടുള്ള കുറച്ച് പാരൻസ് ഒക്കെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകി ചിലപ്പോൾ അത് അമിതമായി പോകുന്നുണ്ട്. ഈ ഒരു തരത്തിൽ പല ധാരണക്കുറവും ഇവർക്കിടയിലുണ്ട്. ഇതിൽ ഏതാണ് കൃത്യം എന്ന് തിരഞ്ഞെടുക്കാൻ അവർക്ക് പാടാണ്. അപ്പോൾ തന്നെ ആശങ്ക വരുന്നില്ല ആ ഒരു കാര്യത്തിൽ? തീർച്ചയായിട്ടും. ഒരു ഒരു കുട്ടി എന്ന് പറയുന്നത് ഏത് പ്രായമാണെന്ന് നമുക്കറിയാമല്ലോ. ജനിക്കുമ്പോൾ മുതൽ ഒരു 18 വയസ്സ് വരെ അവർ കുട്ടിയാണ്. അപ്പോൾ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മൾ ആ പീരീഡ് വരെ കുട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചൈൽഡ് അബ്യൂസ്മെൻ്റ് ഒക്കെ വരുന്നത് നമ്മൾ ഒരു 18 വയസ്സ് വരെ ഉണ്ടാകുന്നതിനെല്ലാം നമ്മൾ അത്തരത്തിലാണ് വീക്ഷിക്കുന്നത്. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു കുട്ടിയെ സമീപിക്കണം എന്നുള്ളത് പലരും അജ്ഞരാണ്. അത്തരം ഒരു ക്ലാസ് നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ല എന്നുള്ളതാണ്. മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു വലിയ ട്രെയിനിങ് ആവശ്യമുള്ളൊരു ജോലിയാണ്. പണ്ടൊക്കെ നമ്മൾ കണ്ടുപഠിക്കുകയാണ് ഇന്ന്. അച്ഛൻ, അപ്പൂപ്പൻ, മറ്റ് മുതിർന്നവർ, അയൽക്കാരൊക്കെ കാണിക്കുന്നത് കണ്ടുപഠിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും അതിനൊന്നും സമയമില്ല. അവർ പഠിക്കുന്ന കാലങ്ങളിൽ പഠിത്തം മാത്രം. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുന്നു, ആ ജോലിയിൽ പൂർണ്ണമായും ഇൻവോൾവ് ആകുന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് പലപ്പോഴും ഉറങ്ങാനേ സമയം കിട്ടുള്ളൂ. ഒരു ഞായറോ അവധി ദിവസമോ വരുമ്പോഴായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു ഫ്രീഡം കിട്ടുന്നത്. അപ്പം പലപ്പോഴും അവരിങ്ങനെ നമ്മുടെ കുതിരയുടെ കണ്ണിന് മൂടുപടം വെക്കുന്നത് പോലെ വെച്ചാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള സന്ദർഭം കിട്ടാറില്ല. ഒരു കുട്ടിക്ക് ഒരാളോട് തൻ്റെ ഏറ്റവും വലിയ സ്വത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പോലും പലപ്പോഴും പറയുന്നത് മറ്റു പലതുമാണ്. എൻ്റെ കുഞ്ഞാണെന്നല്ല, അത് വളരെ അപൂർവം പേരെ പറയാറുള്ളൂ. എൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാനൊന്ന് നിരീക്ഷിച്ചപ്പോൾ എനിക്ക് പേടിപ്പെടുത്തുന്നൊരു കാര്യം, അതായത് എനിക്കൊന്ന് 90കളിൽ ജനിച്ച ഒരു കുട്ടിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്തുള്ള അയൽവക്കം, ഇപ്പം കൂട്ടുകുടുംബം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പം പുറത്തോട്ടുള്ള ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ കളിക്കാനുള്ളൊരു ഭാഗ്യമൊക്കെ ലഭിച്ചിട്ടുണ്ട്. 2000 ആയപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ കുറഞ്ഞു. 2010 ശേഷം പിന്നെ ഒരു മൊബൈൽ യുഗമാണ് കണ്ടത്.
കുട്ടികൾ ജനിക്കുന്നതിന് മൊബൈൽ കണ്ടതാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പോലും മൊബൈൽ ഇല്ലാതെ ആഹാരം കഴിക്കാത്തൊരു അവസ്ഥയിലേക്ക് കാണുന്നുണ്ട്. എനിക്ക് 1.5 വയസ്സുള്ള ഒരു മകളുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറ്റി ആഹാരം കൊടുക്കുക ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഈ 3 കാലഘട്ടം നോക്കുമ്പോഴും നമുക്ക് പാരൻസ് കൊടുക്കുന്ന ഒരു പരിഗണന വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന യുഗം ഇതിനെക്കാട്ടി തീവ്രമാകി നമുക്ക് കുറച്ചുകൂടെ പ്രശ്നമാകില്ലേ എന്നൊരു തോന്നലുണ്ട്. അത് എത്രത്തോളമാണ് താങ്കൾ കാണുന്നത്? അത് പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ ചില പ്രശ്നങ്ങൾ നമുക്ക് ഈ ആധുനികതയുടെ പേരിൽ നമുക്ക് പലപ്പോഴും ഒത്തു കൊണ്ടുപോകാൻ പറ്റാറില്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റി തന്നെ ഞാൻ ജാപ്പനീസ് പറഞ്ഞ പോലെ 7, 8, 9ലേക്ക് പിന്നെ അല്ലെങ്കിൽ അതിനടുപ്പിച്ച 7 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ ജോലി, അത് 8 മണിക്കൂർ 10 മണിക്കൂർ ആക്കിയാൽ മറ്റേ മൂന്നാമത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക്, കുടുംബപരമായ കാര്യങ്ങൾക്ക്, സാമൂഹികമായ കാര്യങ്ങൾക്ക് കുറച്ച് സമയം കണ്ടെത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് ഈ 90കളിൽ താങ്കൾ പറഞ്ഞത് അതാണ്. 90കൾക്ക് മുമ്പാണെങ്കിൽ നമുക്കിതിനൊക്കെ ധാരാളം സമയം കിട്ടുമായിരുന്നു. കുട്ടികൾ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പുസ്തകം എടുത്ത് എവിടെയെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത വീട്ടിലേക്ക് ഓടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുറ്റത്തേക്ക് ഓടുകയാണെങ്കിൽ, പറമ്പിലേക്ക് ഓടുകയാണ്. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വരുന്നു, ഒന്നിച്ച് ചേർന്ന് കളിക്കുന്നു, വേർത്ത് കുളിച്ച് വരുന്നു, പിന്നെ അവരെ 1 മണിക്കൂർ അതായത് ശരിയെന്ന് തോന്നുന്നുണ്ട്. കാരണം അന്നൊക്കെ മണ്ണിൽ ഇറങ്ങി പിള്ളേർ പണി ഇതൊക്കെ ചെയ്തിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം ഒരു മണൽ കിട്ടാൻ പാടാണ്. ഇപ്പൊ എല്ലാം ഇന്റർലോക്കുകളും ടൈൽസും ഒക്കെയാണ് ഉള്ളത്. അപ്പം 90കൾ ശരിയായിരുന്നു. ഇപ്പോൾ പിന്നെ മണ്ണ്, പിന്നെ നമ്മുടെ വായു, സൂര്യപ്രകാശം ഇതൊക്കെ അടിക്കാതെ പലപ്പോഴും കുട്ടികൾക്ക് അലർജിയാണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അതെ. അത് നമ്മൾ ഗുളിക കഴിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സൂര്യൻ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത്. പക്ഷേ അവിടെ പോലും സൂര്യരശ്മി ലഭിക്കുന്ന സ്ഥലമാണ്. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് വൈറ്റമിൻ ഗുളിക ഡി കഴിക്കേണ്ടി വരുന്ന അവസ്ഥ വരികയാണ്. ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജീവിതക്രമം ഈ സൂര്യൻ്റെ ഉദയാസ്തമയവുമായി ബന്ധപ്പെടുത്തിയല്ല നമ്മുടേതെന്നുള്ളതാണ്. അത് എത്രയും ഇപ്പം എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ കുട്ടികളായിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു അറ്റൻഷൻ ആവശ്യമാണ്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരെ ഒറ്റപ്പെടലിൽ നിന്ന് ഇപ്പോൾ പ്രധാന പ്രശ്നം ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടിയായിരിക്കും. അപ്പോൾ ഇത് ഒറ്റപ്പെടലിന് ചാൻസ് കൂടുതൽ. പണ്ടത്തെ കൂട്ട് ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്തൊക്കെ പോകാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനകത്തൊരു കെയർ ടേക്കറായിട്ട് നമ്മളൊരാളെ വെക്കുന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ ശ്രദ്ധയും അതിൽ വരുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും അത് കഴിയാറില്ല എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും ഏർപ്പെടുത്തും, അവരവരുടെ വിനോദവും കാര്യങ്ങളുമായിട്ട് പോകും, അല്ലെങ്കിൽ ഇത് തൊഴിലായിട്ട് ചുമ്മാ വേണ്ട എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. കുട്ടികൾ ഒറ്റപ്പെടുന്നു. ഏകാന്തതയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് മനുഷ്യനെ പോലും ഇപ്പം ആധുനിക രീതി പറയുന്നത് ജയിലിൽ പോലും ഏകാന്ത തടവ് പാടില്ലെന്നാണ്. ഇതൊരു യാഥാർത്ഥ്യമായിട്ട്, അതായത് ഇപ്പം പല രക്ഷിതാക്കളും പറയുന്നൊരു കാര്യമാണ്, തങ്ങളുടെ ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പം മറ്റൊരു കുട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. കാരണം ഇപ്പോഴത്തെ സാമ്പത്തിക ചെലവ്, അതുമാത്രമല്ല കുട്ടിയെ ഇപ്പം അതിനെ വളർത്തണമെങ്കിൽ നമുക്ക് ലീവ് എടുക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ ആ ഒരു ഒറ്റ കുട്ടിയെ വല്ലാതെ സ്വാധീനിക്കില്ല. ഒറ്റപ്പെടൽ കൂടുതൽ രൂക്ഷമല്ല. ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അങ്ങനെ അത് വരുന്നുണ്ട്. ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ ഒറ്റപ്പെടൽ. അതായത് പ്രധാനം കാണുക. കുട്ടി എന്താണ് കാണുന്നത്, കുട്ടി എന്താണ് അനുഭവിക്കുന്നത്, കുട്ടി എന്താണ് അതിന് പ്രതികരിക്കുന്നത്, അതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊണ്ടാണ് അയാൾ പ്രതികരിക്കുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നെഗറ്റീവായ വലിയ പ്രശ്നമാണ്. കുട്ടിക്കാലത്ത് ഇപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്നോടൊരു അധ്യാപകൻ, പൊറ്റി സാർ എന്ന് പറയും, അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്ത്, ബ്രെയിനകത്ത് അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരു ദൈവവുമുണ്ട്, ഒരു പിശാചുമുണ്ട്. കൊച്ചിലെ പഠിപ്പിച്ചതാണ്. അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ദൈവം പറയുന്നത് കേൾക്കണം, പിശാച് പറയുന്നത് കേൾക്കരുത്. അപ്പോൾ എന്താണ് സാർ ദൈവം പറയുന്നത്? നല്ല കാര്യങ്ങളെല്ലാം ദൈവമാണ് പറയുന്നത്. നിങ്ങളത് ചെയ്യണം, നല്ല വൃത്തിയായിട്ടിരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, പഠിക്കണം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം, സമാധാനമായിട്ട് ജീവിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ ദൈവം പറയുന്നതാണ്. അതേസമയം തന്നെ ചെകുത്താൻ തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ നല്ല കാര്യം ചെയ്യണം, നന്നായിട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ചെകുത്താൻ എന്ന് പറയും, ഇന്ന് പഠിക്കണ്ടാ, നാളെ പഠിച്ചാൽ മതി, ഇന്ന് ഉഴപ്പാം, നമുക്ക് ഇന്ന് കളിക്കാം. അപ്പോൾ നിങ്ങൾ ചെകുത്താനാണോ അടിമയാകുന്നത്, ദൈവത്തിനാണോ അടിമയാകുന്നത് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ ഇപ്പം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നെഗറ്റീവ് പോസിറ്റീവ്, ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്നതിൽ നെഗറ്റീവ് പോസിറ്റീവ് എന്നേ പറഞ്ഞ് പഠിപ്പിക്കുള്ളൂ. ഇപ്പോൾ പല സൈക്കോളജിസ്റ്റുകളും പറയുന്നതാണ്, നെഗറ്റീവ് ബ്രെയിനും ഉണ്ട്, പോസിറ്റീവ് ബ്രെയിനും ഉണ്ട്, രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട്. ആ നെഗറ്റിവിറ്റി വളർന്നു വരാൻ അനുവദിക്കരുത്, പോസിറ്റിവിറ്റിയെ വളരണമെന്നാണ്. പക്ഷേ അത് വളരെ ലളിതമായിട്ട് സാർ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ദൈവവും ചെകുത്താനും എന്ന് പറഞ്ഞ്
രണ്ട് കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അത് തന്നെ പലരും പിന്നെ എതിർക്കും വേണമെങ്കിൽ, അങ്ങനെ ദൈവമില്ല, ദൈവത്തിന് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷെ ഇത് എളുപ്പമാണ് കുട്ടിക്ക് മനസ്സിലാകാൻ. നല്ല കാര്യങ്ങൾ ദൈവം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ചീത്ത കാര്യങ്ങൾ അത് ചെയ്യരുത് മറ്റേ ഇത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത കാര്യങ്ങൾ പിശാചും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനെല്ലാം എതിർക്കുന്നൊരു വലിയ രാഷ്ട്രീയവും അതുപോലെ തന്നെ സമൂഹമല്ലേ നമുക്കെതിരെ വരുന്നത്. അതായത് സാറ് പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് കൃത്യമായ സമയം പാലിക്കുക ഒരു ദിവസം എടുത്താൽ. പക്ഷെ നേരെ തിരിച്ചാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പൊ നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്ന ഒരു സമയം കൂടെ നമുക്ക് രാത്രി കാലത്തിന്. കാരണം അവരെ പറയുന്നൊരു ന്യായീകരണം പകൽ സമയം ജോലിക്ക് പോകുന്നു, അതിന് സമയമില്ലാത്തത് കൊണ്ട് രാത്രി ആഘോഷിക്കുക എന്നുള്ള രീതിയിലാണ് സർക്കാർ അടക്കം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് അതിന്റെ പ്രതിഫലനം എന്താണെന്ന് കണ്ടതുമാണ്. അപ്പം ഈ നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്ന വേറൊരു വിഭാഗമുണ്ട്. ഇതിലിപ്പോൾ ആളുകൾ ഇപ്പോൾ ആശങ്കാകുലരല്ലേ, ഏതാണ് ഇതിൽ യഥാർത്ഥത്തിൽ ശരിയെന്ന് പറയുന്ന രീതിയിൽ? അതായത് നമ്മുടെ പാരമ്പര്യത്തെ കൂടെ നമ്മൾ നോക്കണം. നമ്മുടെ പാരമ്പര്യത്തിൽ നല്ലതുകൾ ഒരുപാടുണ്ട്. ആ നല്ലതുകൾ നമ്മൾ എടുക്കുകയും പാരമ്പര്യത്തിൽ ഒരുപാട് ദോഷമുണ്ട്, ആ ദോഷങ്ങളെ കളയുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല, പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാം വെട്ടിക്കളയുകയാണ്. പരമ്പരാഗതമായി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മോശമാണെന്ന് പറയുന്നതാണ് പുരോഗതി അല്ലെങ്കിൽ പുരോഗമന ചിന്ത എന്നൊരു ഇത് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 9 മണി 10 മണിയാകുമ്പോൾ വീട്ടിൽ കയറുന്നതാണ് ശരിയായ രീതി. എങ്കിലേ നമ്മുടെ ഉറക്കവും മറ്റു കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. ഈ ഉറക്കത്തിന് തന്നെ 2-3 ഘട്ടങ്ങളുണ്ട്. അല്ലെ ആ ഡീപ്പ് സ്ലീപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഇവിടെ കിടന്ന് 12 മണിക്ക് അവിടെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു റിജുവനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മൾ ഉറക്കത്തിൻ്റെ ആദ്യത്തെ 1-2 മണിക്കൂർ അത് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 2ാം ഘട്ടത്തിലാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 10 മണിക്ക് കിടന്നാൽ ഒരു 12 മണിക്ക് ശേഷമായിരിക്കും നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നത്. അതൊരു 2 മണി 3 വരെയൊക്കെ ചിലപ്പോൾ നിൽക്കും. ഈ സമയത്താണ് കള്ളന്മാർ കയറുന്നത്. അതായത് ശബ്ദം കേട്ടാൽ പോലും അന്ന് തിരിച്ചറിയില്ല. ഈ സമയത്താണ് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കേടുകളുണ്ടോ, ഓരോ കോശങ്ങൾക്കും എന്ത് കേടുണ്ടോ, ഓരോ നെർവിനും എന്ത് കേടുണ്ടോ, അതൊക്കെ പരിഹരിക്കുന്നത് ബോഡി സ്വയം പരിഹരിക്കുന്നത്. ആ ഒരു സൈലൻസ് ടൈമിലാണ് നമ്മുടെ മൈൻഡ് തന്നെ ഇടപെട്ടത് പരിഹരിക്കുന്നത് എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ കുറേശ്ശെ ഉണർന്ന് വരുന്നത്. ഇപ്പോൾ ഇതിനുള്ള സന്ദർഭം നമ്മളിപ്പോൾ ഇത് നൈറ്റ് ലൈഫിൽ പോയി 12 മണിക്കോ 1 മണിക്കോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കിടന്നുറങ്ങി നേരം വിളിക്കുന്നവരെ ഉറങ്ങുന്നവരുണ്ട്. ഇതൊന്നും എല്ലാവർക്കും ആപ്ലിക്കേറ്റ് ആവണമെന്നില്ല. ചിലരൊക്കെ ഉണ്ട് പിന്നെ രാത്രി മുഴുവൻ അങ്ങനെ മതിച്ചിട്ട് രാവിലെ വന്ന് കിടന്നുറങ്ങി കഴിഞ്ഞാൽ അവർക്കത് ചിലരുടെ വളരെ കുറച്ച് പേർക്ക് അങ്ങനെയുള്ള ഇതുണ്ട്. പക്ഷേ പൊതുവേ ജനറലി ഇതൊക്കെയാണ്. പക്ഷെ അത് അവരെ അംഗീകരിച്ചാൽ കാരണം ചിലർക്ക് പറയുന്നുണ്ട് രാത്രി പഠിക്കുമ്പോഴാണ് ഏകാഗ്രത കിട്ടുക, കുറച്ചുകൂടെ സൈലൻസ് ആയിരിക്കും, കുറച്ചുകൂടെ നല്ലൊരു വൈബാണ്, അങ്ങനെയൊക്കെ പറയുന്നത്. മാത്രമല്ല നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത് അത് കുഴപ്പമില്ല. പക്ഷെ അങ്ങനത്തെ അതാണ് നിങ്ങളുടെ ശീലമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ അതിന് പകരം പകൽ നമ്മൾ രാവിലെ നമ്മളത് ആ സമയം വരെ ഈ പറഞ്ഞ 7 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നുള്ളതാണ്. 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല എന്ന് വെച്ചാൽ പലരും പറയും 6 മണിക്കൂർ മതി 5 മണിക്കൂറൊന്നും. പക്ഷെ അപ്പോൾ അത് പോരാ. 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ ആ ആളിന് ബോഡിയിൽ നടക്കേണ്ട ഒരു റിപ്പയറിങ് വർക്ക് നടക്കില്ല. ഉറക്കത്തിൽ ആ ഒരു വലിയ പ്രക്രിയ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഒരു റിപ്പയറിങ് വർക്ക് നടക്കുന്നുണ്ട്. ആ റിപ്പയറിങ് വർക്ക് നടക്കാതെ പോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഈ യോഗി ക്ലാസ്സിലൂടെ ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം നമ്മുടെ എല്ലാ ജോയിൻസും ഒന്ന് അനക്കണം. അതാണ് യോഗ എന്ന് പറയുന്നത്. യോഗ എന്ന് പറയുന്നത് പലരും വിചാരിക്കും ഇപ്പോൾ ബാബ രാംദേവ് കാണിക്കുന്ന പോലെ അതിഭയങ്കരമായ ചില ഇത് കാണിക്കും. അതല്ല, അതൊക്കെ പല യോഗികൾ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ സാധാരണ മനുഷ്യന് അവൻ്റെ എല്ലാ സന്ധികളെയും ഒന്ന് അനക്കുക, ജോയിൻസിനെ എല്ലാം ഒന്ന് അനക്കുക. അതുപോലെ നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തിരുന്നതെല്ലാം, ഇപ്പം നമ്മൾ മുട്ടുകുത്തി നിൽക്കുക, കഴുത്ത് അങ്ങോട്ട് തിരിക്കുക, തല തിരിക്കുക, താക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള പ്രക്രിയകൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്യുക. അത് 15-20 മിനിറ്റ് മതി അതിന് പറ്റിയ യോഗ സ്റ്റെപ്പുകൾ നമുക്കുണ്ട്. അത് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞത് മാത്രം ചെയ്താലും മതി. ഏതാണ്ട് നമ്മൾക്കതെല്ലാം കിട്ടുന്നുണ്ട്. ഒരു 10 മിനിറ്റ് സൂര്യ നമസ്കാരം ചെയ്താൽ തന്നെ ഏകദേശം ആവശ്യമുള്ള ഒരു ബോഡി മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. എല്ലാ ജോയിൻസും എല്ലാ മസിലുകളും എല്ലാ നെർവ്സിനെയും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രം മതി. ഇത് ചെയ്താൽ ഇത് നമുക്ക് മരണം വരെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അത് മരണം വരെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പലർക്കും ഇപ്പോൾ ഇരിക്കാൻ പറ്റാറില്ല, തറയിലിരിക്കാൻ പറ്റാറില്ല, ഇരുന്നാൽ എണീക്കാൻ പറ്റാറില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അത് നിത്യ അഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞ പോലെ നിത്യവും ഇതൊന്ന് അനക്കുന്നില്ല എന്നുള്ളതാണ്. അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നല്ലതുകളെ പലതും വേണ്ട എന്ന് വെക്കലാണ്. ഇപ്പോൾ വിദേശത്ത് ഇപ്പോൾ യോഗയെക്കുറിച്ച് അവയർനെസ് ഉണ്ടായപ്പോഴാണ് നമുക്കും ഇത് ഭയങ്കര ഒരു ടെക്നിക്കാണല്ലോ എന്ന് തോന്നി തുടങ്ങിയത്.
മറ്റേ ഇതൊക്കെ പലതും ആവശ്യമില്ലാത്തതാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാ സാധാരണക്കാർക്കെല്ലാം ചെയ്യാൻ പറ്റാത്തതാണ്, പാടില്ലാത്തതാണെന്നൊക്കെ ചിലരും തെറ്റിദ്ധരിച്ചിരുന്നു. അപ്പം ഇപ്പോൾ വിദേശ രാഷ്ട്രങ്ങളിൽ അവർ മനസ്സിലാക്കി ഒരു ആധുനിക മനുഷ്യന് ഇത് വളരെ അത്യാവശ്യമാണ്. പണ്ട് ഈ യോഗികളൊക്കെ അത് ചെയ്തിരുന്നു വെച്ചാൽ അവർ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സമയവും. അവർക്ക് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഫിസിക്കൽ മെൻ്റൽ ആക്ടിവേഷന് വേണ്ടിയിട്ടാണ് അവർ രാവിലെ 1 മണിക്കൂർ യോഗ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ അവർ പിന്നെ വെട്ടാനും കളയ്ക്കാനും ഒന്നും പോകാത്തതുകൊണ്ട് അവർക്കിത് ആ ഒരു ദിവസം മുഴുവൻ ഉള്ള ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. ആവശ്യത്തിനുള്ള ഓക്സിജൻ ശരീരത്തിലേക്ക് കിട്ടുന്നു, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നു, എല്ലാ ജോയിൻസും ഒക്കെ ഒന്ന് മൂവ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ പ്രധാന കാര്യം. ഇത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഒരാളിന് രോഗം വരാനുള്ള ചാൻസ് കുറവ്. അഥവാ വന്നാലും രോഗപ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ട് ഇതിനെ തോൽപ്പിക്കാൻ കഴിയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ശക്തികൾ ഇപ്പോഴാണ് വിദേശ രാഷ്ട്രങ്ങൾ ഇത് മനസ്സിലാക്കി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട് അവർ മുതിർന്നപ്പോഴാണ് നമ്മളും ഇതിനെ പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കാൻ തുടങ്ങിയതെന്നുള്ളതാണ് ഖേദകരമായ കാര്യം.